രാവിലെ തന്നെ അടുക്കളയിൽ നല്ല തിരക്ക് പിടിച്ച പണിയിലാട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചും ടിഫിനും ഒക്കെ റെഡിയാക്കണ്ടേ. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. 8:30 ഇക്രുമ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. 9:30 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ടൈം പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 10-25 മിനിറ്റ് നേരത്തെ ട്രാവലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയത് പയറാണ് കേട്ടോ. പയർ അവൻ കഴിക്കത്തില്ല. അവൻ എന്നിട്ട് ഞാൻ തക്കാളി ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മീനും കായം തേച്ചിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് ഇടയ്ക്കും തലയ്ക്കും വെച്ച് എനിക്ക് തോന്നുമ്പോൾ മാത്രം എടുത്ത് കുടിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് നല്ലോണം ബ്ലഡ് നല്ല കുറവുണ്ട്, ഹീമോഗ്ലോബിൻ. അപ്പോൾ ഞാനിത് നമ്മുടെ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും വെച്ച് അടിച്ചിട്ട് ഞാനത് രാവിലെ കഴിക്കാറുണ്ട്. ഇക്രുമാൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന് വാരി കൊടുക്കണം. ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ അവനത് കഴിക്കും. അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ നല്ല മടിയാണ്, ഒരു സാധനം കഴിക്കില്ല. പിന്നെ സ്കൂളിൽ നിന്നൊരു 11 മണിയാകുമ്പോൾ അവർക്ക് സ്നാക്സിൻ്റെ ടൈമാണ്. അപ്പോൾ പിന്നെ വല്ലാതെ ടെൻഷനില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ ചില ടൈമിൽ സ്നാക്സിൻ്റെ ബോക്സിൽ വെച്ച് കൊടുക്കാറുണ്ട്. ആ ടൈം നോക്കിയിട്ടെങ്കിലും അവൻ കഴിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചേച്ചി ഇതാ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം മീനൊക്കെ വാങ്ങി വരുന്നുണ്ട്. മത്തിയാണ് കിട്ടിയത്. നല്ല വലിയ മത്തിയൊന്നുമില്ല, ചെറിയ കുഞ്ഞമത്തി ടൈപ്പ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇൻ്റർവ്യൂവിന് ഇറങ്ങണം. പിന്നെ ഞങ്ങളെ കൂടെ ലക്കിമോനും ഉണ്ട്. ഏട്ടൻ വീട്ടിലുള്ള സമയത്ത് അവന് തീരെ നഴ്സറി പറഞ്ഞേക്കില്ല. അപ്പോൾ പോകുമ്പോൾ അവനും കൊണ്ട് വേണം പോകാൻ. കറക്റ്റ് ഒരു 9:30 ഞങ്ങളവിടെ എത്തണമെങ്കിൽ 9 മണിക്ക് ഇറങ്ങിയാലും മതി വീട്ടിൽ നിന്ന്. പക്ഷെ ഇൻ്റർവ്യൂ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 8:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ആ ഇറങ്ങിയത് ഒരു കണക്കിന് നന്നായി എന്ന് വേണം പറയാൻ. കാരണം ഏട്ടൻ്റെ സാരഥി നന്നായിട്ടൊന്ന് പണി മുടക്കി, ചെറുതായിട്ടൊന്ന് പഞ്ചറായി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും 9:15 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാൻ പറ്റി. പിന്നെ ഇത്തരം സന്ദർഭങ്ങൾ എനിക്ക് രാവിലെ ഫുഡ് തീരെ ഇറങ്ങില്ല. അത് ടെൻഷൻ കൊണ്ടാണോ അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും നല്ല മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പേടിയൊക്കെ ഒന്ന് മാറിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയി ഞങ്ങളിത് കഴിക്കുമ്പോൾ. അപ്പോൾ വരുന്ന വഴിക്ക് ആൽത്തറയിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങളിത് കഴിച്ചത്. ഞാൻ ഒരു നെയ് റോസ്റ്റ് പറഞ്ഞു, ഏട്ടൻ പൊറോട്ടയും മീൻകറിയും പറഞ്ഞു. എനിക്ക് എവിടെ പോയാലും നെയ് റോസ്റ്റ് മസാല ദോശ ഇത് കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ കൂട്ടത്തിൽ ഒരു ഉഴുന്നുവട, അത് നിർബന്ധമാണെന്നുള്ളൂ. പിന്നെ വരുന്ന വഴിക്ക് ഇക്രുമോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇനീഷ്യൽ ആഡ് ആയിട്ടില്ല. അപ്പോൾ അത് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. വീട്ടിൽ പോയിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എടപ്പാൾ ഹോസ്പിറ്റലിലേക്കാണ്. ഞങ്ങൾ പാപ്പൻ്റെ മോൻ്റെ ഭാര്യ, ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചെറിയ രീതിക്ക് വയറ് കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവളെന്നെ പെയിന് വന്നിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. എടപ്പാൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സെലിബ്രേഷൻ നടക്കണം, ക്രിസ്മസ്. അപ്പോൾ ഒന്ന് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അയച്ചൂരും കൂട്ടി. ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവിടെ ആകെ 6-4 അമ്മ ഇപ്പോൾ ഉണ്ണീനും കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് കുട്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അവളെയും കൊണ്ടുവരാം, രാവിലെ വന്നിരിക്കണതാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവളെ ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ രീതിക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സ് മൊത്തം അവിടെ ഇരുന്ന് എന്തായി ടെൻഷനായിട്ട്. നമുക്ക് അവളാണെങ്കിൽ രാവിലെ വന്നതാണ് അഡ്മിറ്റായിട്ട്. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം ഇപ്പം ഇറങ്ങുന്ന വരെ പെയിന് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2ാമത്തെ ഡോസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവൾ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ടെൻഷൻ, എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഒന്ന് എൻ്റർടൈൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലക്കിന് പിന്നെ ഈ വക സംഭവങ്ങൾക്കൊന്നും അവന് കിട്ടില്ല. അവനതൊന്നും ഒട്ടും താല്പര്യമില്ല. പക്ഷെ അയച്ചു നേരെ തിരിച്ചാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും മിണ്ടാനായാലും ഡാൻസ് കളിക്കാനായാലും അവളെല്ലാ കാര്യത്തിനും മുന്നിൽ. ലക്കി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടും. എന്താന്ന് വെച്ചാൽ അവൻ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഫാമിലി, ഇപ്പം എൻ്റെ ഫാമിലി ആയാലും ഏട്ടൻ്റെ ഫാമിലി ആയാലും അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടേ അവൻ മിങ്കിൾ ചെയ്യത്തുള്ളൂ. അവരോട് മാത്രമേ അവന് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണ് അവൻ ഇത്രയും മാറി നിൽക്കുന്നത്. പക്ഷെ അയച്ചു നേരെ തിരിച്ചാ. അവൾക്ക് ഫസ്റ്റ് ടൈം അല്ല ലാസ്റ്റ് ടൈം അല്ല, അതൊന്നും അവൾക്കൊരു കാര്യമല്ല.
എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ അവളിവിടെ സംസാരിച്ചു. എല്ലാവരും കൂടി ഇന്ന് ഡാൻസൊക്കെ കളിച്ചു. അവളെ ഒത്തിരി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട്. ആൾ ഇച്ചിരി ജഗലാണെന്നും കൂടി ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അയച്ചു പൊതുവെ അങ്ങനെയാണ്, ആൾ ഇച്ചിരി കില്ലാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്. വർഷക്കുട്ടി പ്രസവിച്ചു, പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. കേട്ടപ്പോൾ അത് ഞങ്ങൾ വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ കുട്ടീനെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെ കണ്ടു, വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.